ഞാൻ ഷെമി ദിലീപ് ഗുരുവായൂർ നഗരസഭയിലെ രണ്ടാം വാർഡിൻ്റെ BJP സ്ഥാനാർത്ഥിയായിട്ട് ജനവിധി തേടുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 5 വർഷമായിട്ട് ഗുരുവായൂരിന് ഒരുപാട് വികസനങ്ങൾ നടന്നു എന്നുള്ള അവകാശവാദങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ വികസനങ്ങളെല്ലാം നടന്നിരിക്കുന്നത് 18ാം വാർഡിൽ മാത്രമായിട്ടാണ്. ആ 18ാം വാർഡിൻ്റെ കൗൺസിലർ എന്ന് പറയുന്നത് ശോഭ ഹരിനാരായണൻ നഗരസഭയിലെ ഏക BJP കൗൺസിലറാണ്. അപ്പോൾ ഒരു കൗൺസിലറിനെ വെച്ചിട്ട് ഗുരുവായൂരിന് ഇത്രയധികം വികസന പദ്ധതികൾ നടത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ കൗൺസിലർമാർ വരികയാണെങ്കിൽ നമ്മുടെ ഗുരുവായൂർ നഗരസഭ ഇനിയും മുന്നോട്ട് പോകുന്നതാണ്. ഞാൻ ജനസമ്പർക്കത്തിൻ്റെ ഭാഗമായിട്ട് വാർഡിലേക്ക് ഇറങ്ങിയപ്പോൾ പലർക്കും ഈ പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെതായ പദ്ധതികളെക്കുറിച്ചൊന്നും കാര്യമായിട്ടുള്ളൊരു അറിവില്ല. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതായിരുന്നു പ്രധാനമന്ത്രിയുടെ കർഷക സമ്മാൻ നിധിയിലേക്കുള്ളൊരു അപേക്ഷ കൊടുക്കുക എന്നുള്ളത് പോലും. അതുപോലും ഇവിടുത്തെ ജനങ്ങളിലേക്ക് ശരിക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു അഭിപ്രായമാണ് എനിക്ക് പൊതുവെ ഇവിടെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അതുമാത്രമല്ല ഇവിടുത്തെ കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. നമ്മുടെ മഴക്കാലത്ത് ഒരുപാട് വെള്ളം ഒഴുകി പോകേണ്ട ഒരു തോടാണ് എൻ്റെ ഇവിടെയായിട്ട് കാണുന്നത്. ഇത് 3-4 വർഷമായിട്ട് ഇവിടുത്തെ കൗൺസിലറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് തൊഴിലുറപ്പിൻ്റെ ഒരു പദ്ധതിയിൽ പെടുത്തിക്കൊണ്ട് ഇതൊന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് വെള്ളക്കെട്ട് പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും എന്നുള്ള കാര്യം. പക്ഷേ അത് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനൊരു കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ആദ്യം ചെയ്യുന്നത് ഇതുപോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, നമ്മുടെ വാർഡിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ പല വീടുകളിലും ചെന്ന് നോക്കിയപ്പോൾ അവിടെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുള്ളതായിട്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. പിള്ളക്കാട് ഭാഗത്ത് ഒരു കിണർ വർഷങ്ങളായിട്ട് ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് പല പ്രശ്നങ്ങളും കാരണം അത് വൃത്തിയാക്കാനും ഇതൊന്നും പറ്റാണ്ട് കിടക്കുന്നതാണ്. അപ്പോൾ അവിടെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങളുള്ളതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നവീകരിച്ച് ഉപയോഗയോഗ്യമാക്കി തീർക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതാണ്. ലോക വനിതാ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് പോഷൻ അഭിയാൻ പദ്ധതി. നമ്മുടെ കുട്ടികളുടെയും ഗർഭിണികളായ സ്ത്രീകളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും പോഷകക്കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടി തുടങ്ങിയിട്ടുള്ള ഒരു പദ്ധതിയാണിത്. എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും അംഗൻവാടികൾ വഴി പോഷകാഹാരങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. ഞാൻ ഒരു കൗൺസിലറായിട്ട് വിജയിക്കുകയാണെങ്കിൽ നമ്മുടെ വാർഡിൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു.